നമസ്കാരം, ഞാൻ ബൈജു നായർ. ഞാൻ അടുത്ത കാലത്ത് പുതിയ വീട് വെച്ചപ്പോൾ നമ്മളേതായാലും എല്ലാ സ്ഥിരമായിട്ട് ടി വി കാണുന്നു, അതുപോലെ തന്നെ OTT ഒക്കെ കാണുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ടി വി വെച്ചേക്കാം എന്ന് വിചാരിച്ച് എറണാകുളത്ത് പല ഷോപ്പുകളിലും പോയി. അങ്ങനെ പോയി എല്ലായിടത്തും കണ്ടത് മാക്സിമം വലിപ്പം എന്ന് പറയുന്നത് 75 ഇഞ്ചിൻ്റെ ടി വിയാണ്. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ നിന്ന് 75 ഇഞ്ചിൻ്റെ ടി വി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ പനമ്പുഴകൾ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ അതിൻ്റെ ഒരു എന്താ പറയുക റിനോവേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ ഇതായിരിക്കുന്നു അവിടെ 100 ഇഞ്ചിൻ്റെ ഒരു ടി വി. അങ്ങനെ ഞാൻ എന്താ പറയുക ആശാഭംഗം സംഭവിച്ചതിനായി മാറി. കാരണം ഞാൻ 100 ഇഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അതേ വാങ്ങിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ഷോപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം പരിചിതമായ ഷോപ്പാണ്. IT നെറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇത് പനമ്പുഴയിലെ മെയിൻ അവന്യൂവിലാണ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ IT നെറ്റ് എപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, അതിൻ്റെയൊക്കെ പേരിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു MacBook ഒക്കെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. അതുപോലെ മൊബൈൽ വാങ്ങിക്കാനും ആപ്പിളിൻ്റെയൊക്കെ ഏത് ഫോണും ഏത് സമയത്തും ലഭ്യമാകുന്നൊരു ഷോപ്പാണിത്. പക്ഷേ ഇതിൽ വളരെ വ്യത്യസ്തമായ കുറേ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ 100 ഇഞ്ചിൻ്റെ കഥ സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഡൈസൺ എന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ എന്താ പറയുക കേളി ഹെയർ ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള പല പ്രൊഡക്റ്റുകൾ, പിന്നെ മാർഷൽ എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലുണ്ടെന്നുള്ളത് ഞാൻ ഒരിക്കൽ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത്തരം കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു സാധനമുണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്. ആ ഫ്രിഡ്ജൊക്കെ കണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. അതായത് ആ ഫ്രിഡ്ജിൽ നമ്മൾ ഇപ്പോൾ പാല് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രിഡ്ജിൽ നിന്നും സ്വിഗ്ഗിയിലേക്ക് സന്ദേശം പോകും, വാ ഫ്രിഡ്ജിലേക്ക് പാൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് സന്ദേശം പോകുന്ന അത്രയും ഗംഭീരമായ പ്രൊഡക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് എൻ്റെ കൂടെയുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥി ഫൈസലാണ്. നമസ്കാരം ഫൈസൽ. ഫൈസലിനെ എല്ലാവർക്കും പരിചയമുണ്ടാകും. കാരണം വെച്ചാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവിടെ നിന്നാണ് ഫോണും ലാപ്ടോപ്പും വാങ്ങിയത്. അങ്ങനെ എല്ലാവരുടെയും വീഡിയോകളിൽ ഫൈസൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 25 വർഷമായി IT നെറ്റ് തുടങ്ങിയിട്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അധികവും കുറച്ച് ഷോപ്പുകളിലേക്കൊക്കെയാണ്, അല്ല ഡീലേഴ്സിനാണ് അധികം കൊടുത്തിരുന്നത്. മുമ്പ് ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്ന ഒരു പദവിയിലേക്ക്. നമ്മുടെ കൂടുതലും ഈ റിപ്പീറ്റ് കസ്റ്റമറായി പറഞ്ഞുള്ള അങ്ങനെയുള്ള പബ്ലിസിറ്റികൾ കുറവാണ്, പരസ്യങ്ങളൊക്കെ കുറവാണ്. മറ്റൊരു കാര്യമുള്ളത് ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ LGയുടെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വില കുറച്ച്, എനിക്ക് നല്ലപോലെ വില കുറച്ച് തന്നു കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് ഈ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് അതിലാദ്യമായിട്ട് ഈ 100 ഇഞ്ചിലേക്ക് തന്നെ പോകും. ഇതൊരു ഗംഭീര സാധനമാണല്ലോ. ഇത് TCL അല്ലേ? TCL. ഞാനിവിടെ കണ്ട മറ്റൊരു കാര്യം, ഇവിടെ വ്യൂ, TCL അങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന TVകൾ പലതും ഇവിടെ ഇല്ല. അതായത് അല്ല ഇപ്പം വ്യൂ TCL ഒക്കെ കുറച്ചുകൂടെ പ്രൈസ് കുറവ്. ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യ ആയിട്ട് ഇപ്പം ഇവിടെ തന്നെ ഫാക്ടറി ഉള്ളതാണ്. പിന്നെ TCL ആൻഡ്രോയിഡ് ടി വിയിൽ വൺ ഓഫ് ദ പയണിയേഴ്സ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ സാംസങ്ങിൻ്റെ TV എടുക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ TV ഒക്കെ ടിസൺ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ LG എടുക്കുകയാണെങ്കിൽ LGയുടെ WebOS എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോണി ഒഴിച്ച് ബാക്കിയെല്ലാം ആൻഡ്രോയിഡ് വെച്ചാൽ ഞങ്ങൾ ഈ ആൻഡ്രോയിഡ് യുഗം വന്നപ്പോഴാണ് TVയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ ഏറ്റവും നല്ല TVs വ്യൂവും TCL ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് ബ്രാൻഡും ഞങ്ങൾ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളാണ്. പ്രൈസ് കുറവാണ്, പിന്നെ സർവീസ് ആണെങ്കിലും ഇപ്പം വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾക്ക് അതിൽ കൺസേൺ ഉണ്ട്. പക്ഷേ വ്യൂവും TCLും സർവീസും പ്രശ്നമില്ല, നല്ല നല്ല TVs ആണ്. ഞാൻ വ്യൂ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിൽ കോയമ്പത്തൂർ അളിയൻ എനിക്ക് ഒരു 10 വർഷം മുമ്പ് വ്യൂ ആണ്. അതെ. അപ്പോൾ ഞാനിത് എന്ത് വ്യൂ, അപ്പോൾ ഞാൻ അളിയ ഇതൊക്കെ പെട്ടെന്ന് പോകുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. അമേരിക്കൻ ബ്രാൻഡാണ്. അമേരിക്കൻ അല്ല, അവരുടെ R&D അമേരിക്കൻ, അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ആണല്ലേ? നമ്മുടെ പഴയ സെനിത് കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, അവരുടെ ബ്രാൻഡാണ് വ്യൂവിന്റെ. നല്ല TVs ആണ്. പിന്നെ അതും നമുക്കിപ്പം TVയുടെ പ്രോബ്ലം അറിയില്ല സാറിന്, ചില കംപ്ലൈന്റ് വന്നാൽ പിന്നെ നമുക്ക് റിപ്പയറബിൾ അല്ല. അപ്പൊ എപ്പോഴും അത്ര എക്സ്പെൻസീവ് മേടിക്കുന്നത് ഒരിതാണ്. പക്ഷേ സോണി LG ഒക്കെ ആ പ്രൈസിനുള്ള വർത്താണ്. പക്ഷെ ഓൾമോസ്റ്റ് 3 times വില വരും. നമ്മുടെ അൾട്ടിമേറ്റ് ഇതാണ് നോക്കുന്നതെങ്കിൽ LGയുടെ OLED തന്നെയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്ക് വാല്യൂ ഫോർ മണി എപ്പോഴും TCLോ അല്ലെ വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ 100 ഇഞ്ചിന്റെ ഒക്കെ അവർക്ക് വന്നു തുടങ്ങി. 100 ഇഞ്ച് ആക്ച്വലി TCL ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഈ 100 ഇഞ്ച് ആക്ച്വലി ഇപ്പോഴത്തെ വില എന്ന് വെച്ചാൽ ഇത് QLED ആണ്. QLED 2.5 ലക്ഷം രൂപയുള്ളൂ. സിമിലർ നമ്മൾ ഏത് ബ്രാൻഡ് നോക്കുകയാണെങ്കിലും 6 ലക്ഷം 7 ലക്ഷം രൂപ വരും. അതുകൊണ്ടാണ് ഇതിന്റെ അട്രാക്ഷൻ. നമുക്കിപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ പ്രൊജക്ടറിന്റെ തലവേദന ഒന്നുമില്ല, ഇത് എടുക്കാം. ഇതിൽ ഓങ്കിയോടെ സബ് വൂഫർ ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് മതി, ഒരു ഹോം തിയേറ്റർ, ഒരു മിനി ഹോം തിയേറ്റർ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം. ചില വേറെ ഒന്നും വേണ്ട, ഇത് നേരെ ഫിക്സ് ചെയ്യുന്ന സൗണ്ടും നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ സൗണ്ട് ബാസും എല്ലാം കൊടുക്കാം. പിന്നെ ഇത് ആ ഒരു ക്വാളിറ്റി എല്ലാം കമ്പയർ ചെയ്യും. നമ്മളിപ്പോ ഏറ്റവും 10 ലക്ഷം രൂപയുടെ TV ആയിട്ട് കമ്പയർ ചെയ്ത് ഈ പ്രൈസ് പോയിന്റ് വാല്യൂ ഫോർ മണി, പ്രൊജക്ടർ സെറ്റപ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ്. അപ്പൊ ഇതിന് എത്രത്തോളം ഉണ്ട് ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ? വാറണ്ടി 2 വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അത് ഈ തേർഡ് പാർട്ടിയാണ്. പിന്നെ TVയുടെ പ്രോബ്ലം അറിയാലോ, ഈ കംപ്ലൈന്റ് വന്നാൽ പാനലായിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പെൻസീവ് TV എടുക്കുമ്പോൾ നമുക്കുള്ള റിസ്ക്. ഇപ്പൊ സോണി ആണെങ്കിലും സാംസങ് ആണെങ്കിലും നമുക്ക് എക്സ്പെൻസീവ് TV ആകുമ്പോൾ കംപ്ലൈന്റ് റേഷ്യോ ഒന്നും റിപ്പയറബിൾ അല്ല. ഇപ്പൊ നമുക്ക് ലാപ്ടോപ്പ് ആണെങ്കിലും ഫോണാണ്, നമുക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി പാർട്സ് കിട്ടും. ഇത് ഈ പാനൽ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട TCL. പിന്നെ ഇവിടെയുള്ള വ്യൂവും പിന്നെ ഏതാണ് വ്യൂ ഉണ്ട്, പിന്നെ ഹൈസെൻസ് ഉണ്ട്. ഹൈസെൻസ് ഏത് രാജ്യത്തെയാണ്? ഹൈസെൻസും ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഇവർ ആക്ച്വലി ഇതും TCLന്റെ അത്രയും തന്നെ ഒരു വലിയ കമ്പനിയാണ്. ഇവര് ഈ ഹൈസെൻസും TCLും ഒക്കെ കൂടുതലും കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സ് ആണ്. ഹൈസെൻസിനെക്കാളും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന വ്യൂവും TCLും. ഹൈസെൻസിന് ചില സ്പെസിഫിക് മോഡൽസ് ഇവരുടെ നല്ലതാണ്. മിനി LED TV ഒക്കെ ഇവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ വേൾഡ് കപ്പിന്റെ ഒക്കെ സ്പോൺസറാണ്. ഇത് വലിയ കമ്പനിയാണ്. ഇപ്പൊ സാർ ചാമ്പ്യൻസ് ലീഗോ പ്രീമിയർ ലീഗ് എല്ലാം കാണുമ്പോൾ ഹൈസെൻസിന്റെ ഉണ്ട്. അപ്പോൾ ഇതിനും ഇന്ത്യയിലെ സർവീസ് അല്ല, ഇന്ത്യയിൽ സർവീസ് വല്ല ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് ആണ്. മേക്ക് ഇൻ ഇന്ത്യ ആണ് വരുന്നത്. തോഷിബ എന്നുള്ള ബ്രാൻഡിനെ ഹൈസെൻസ് ടേക്ക് ഓവർ ചെയ്തു. തോഷിബ TVസും ഹൈസെൻസിന്റെ തന്നെയാണ്. തോഷിബയുടെ TV ഡിവിഷൻ ഇവരെടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകിൽ വളരെ ഭംഗിയുള്ള ചില മ്യൂസിക് സിസ്റ്റംസ് ഉണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, പഴമയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന മർഫിയുടെയൊക്കെ റേഡിയോ ഒക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കിഡിലെ സാധനം മാർഷൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ സ്പീക്കർ എന്നുള്ളതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതെ, ഇതെന്ന് വെച്ചാൽ ഒരു വീടിന്റെ ഒരു ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം മാർഷൽ. പക്ഷേ ഇത് ആക്ച്വലി പ്രൊഡക്റ്റ് 1930s തുടങ്ങിയ ബ്രാൻഡാണ്. എന്നുവെച്ചാൽ ഇത് ഇവരുടെ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഈ സാറ് പഴയ കൺസേർട്ടിന്റെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ പോപ്പ് കൺസേർട്സ് എല്ലാം കാണുകയാണെങ്കിൽ അവിടുത്തെ ഇതൊക്കെ ഇതാണ്. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് 2 പ്രാവശ്യം ഇതിന് ഒരു ഫ്രീ പബ്ലിസിറ്റി കിട്ടി. നമ്മുടെ വിക്രം സിനിമയിൽ സൂര്യ അവസാനം വരുമ്പം ഒരു സ്പീക്കർ കൊണ്ടുവച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് മാർഷലിന്റെ, അതുകൊണ്ട് മാർഷലിന്റെ സെയിൽ ഡബിൾ ആയി. അത് അവർ ഇന്റൻഷനലി ഒന്നും ചെയ്തല്ല, മാർഷൽ പബ്ലിസിറ്റി ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഇവരിപ്പം TV സൗണ്ട് ബാർസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഹെഡ്ഫോൺസ് ഉണ്ട്, ഇപ്പം എയർപോർട്സ് പോലത്തെ ചെറിയ എയർപോർട്സ് ഉണ്ട് അല്ലേ? ഇതിപ്പോ ഈ സിസ്റ്റം നമുക്ക് എന്തിനാണ് ഇത് ഉപയോഗിക്കാവുന്നത്? ഇത് സ്പീക്കറാണ് ആക്ച്വലി. ഇതിന്റെ ഇപ്പൊ ഇതിൽ പോർട്ടബിൾ ആണ്. ഈ ചെറിയ സ്പീക്കർ പോലും ഇതെന്ന് വെച്ചാൽ ഒരു സൗണ്ട് ബാറിന്റെ എഫക്റ്റ് ആണ് ആണല്ലേ സാറിന്. ഇത് സമയത്ത് കാണിച്ചത് ഈ കുഞ്ഞു സാധനം ഇതിൽ അതെല്ലാം ബ്രാസിന്റെ ആണ്. കണക്ടേഴ്സ് എല്ലാം പ്രൊഫഷണൽ സൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ബ്ലൂടൂത്തും എല്ലാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഫോൺസ് എടുക്കാം. ഇത് പോർട്ടബിൾ ആണ്, ഈ ചെറുതല്ല. പിന്നെ ഇതൊക്കെ പക്ക സൗണ്ട് ബാറിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇതൊക്കെ മാർഷലിന്റെ ഉഗ്രം പ്രൊഡക്ട്സ് ആണ്. ഇത് വയർലെസ് ആണ്. ഇതൊക്കെ പിന്നെ ഒരു ഡെക്കോർ. ഇപ്പൊ ഇതിൽ പല കളേഴ്സ് എല്ലാം നമ്മുടെ വീടിന്റെ ഇന്റീരിയറുമായിട്ട് ചേരുന്ന രീതിയിൽ ടീക്ക് വുഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ക്രീം കളർ ഉണ്ട്. ഇതിന്റെ ഈ വോളിയം കൺട്രോൾ ഒക്കെ ഭയങ്കര ബ്രാസ് ആണ്. പിന്നെ വയേഴ്സ് പോലും ബ്രാസ് കോട്ടഡ്. അപ്പൊ ഇതിന് റിമോട്ട് ഇല്ല. ഇത് പ്യുവർ പ്ലേ മ്യൂസിക് ആണ്. വേറെ റേഡിയോയോ വേറെ ഒരു ഫംഗ്ഷൻസും ഇല്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ ആ ഒരു ഈസ്തറ്റിക്സും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. അപ്പൊ ഇതിൽ FM ഒന്നും ഇല്ല. പിന്നെ ഇപ്പൊ എല്ലാരും സ്ട്രീമിംഗ് ആണല്ലോ. പിന്നെ ഫോണിൽ നിന്ന് നമുക്കെല്ലാം കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ബാറ്ററി ബാക്കപ്പ് 30-40 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ്. നമുക്ക് ഇതും പോർട്ടബിൾ ആണ്. പിന്നെ 70 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ്. ശരി. നല്ല ഹെഡ്സെറ്റുകളും ഹെഡ്സെറ്റ്സ് എല്ലാം ലെതർ കോട്ടഡ് ആണ്. നമുക്ക് ചെവി വെക്കുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ഇതൊക്കെ എന്ത് വില? ഇതിന് വില കൂടുതലായിരിക്കും. പ്രൈസ് കുറവ് 10,000 വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഉള്ള ബോസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ്. പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ പ്രൈസ് കുറച്ച് വരും. പണ്ട് ഇന്ത്യയിലെ പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു, ഡിസ്കൗണ്ട്സും ഇല്ലായിരുന്നു. പിന്നെ ഇതിനൊക്കെ ഇപ്പം അവർ തന്നെ ഡയറക്റ്റ് EMI ഫെസിലിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് UK കമ്പനിയാണോ? UK കമ്പനിയാണ്. സോണോസ് എന്ന് പറഞ്ഞ സാർ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നതാണോ? അല്ലല്ല, ഇത് ഡയറക്റ്റ് ഇമ്പോർട്ട്. ഇത് ഒറ്റ ഒരു ഫാക്ടറി. ഇതിന്റെ കുറച്ചുകൂടെ ഹൈ എൻഡ് നമ്മുടെ ബോസ് ഉണ്ട്. പിന്നെ സോണോസ് എന്നുള്ള ബ്രാൻഡ്, ഇതും ഒരു നല്ല ബ്രാൻഡ്. ഇവിടെ അധികം പേര് കേട്ടിട്ടില്ല, പക്ഷെ സോണോസ് ഒരു ഉഗ്രം ബ്രാൻഡാണ്. ഇത് ഒരു അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഇതിലൊരു റോൾസ് റോയ്സ് എന്ന് പറയാവുന്ന ഒരു ബ്രാൻഡാണ്. സൗണ്ട് സിസ്റ്റത്തിലെ അത് BMW ബെൻസ് ഒക്കെ ആയിട്ട്. ഇത് സോണോസ്. ഇത് ഗ്രാമി അവാർഡ് വിന്നേഴ്സ് ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് ഇത് അൾട്ടിമേറ്റ് ആണ് നോക്കുന്നതെങ്കിൽ സോണോസ് എടുക്കാം. ചില സൗണ്ട് ബാറിലൊക്കെ വെച്ചാൽ ഇവര് റിസർച്ചും എല്ലാം അങ്ങനത്തെയാണ്. ആർക്ക് അൾട്ര എന്നുള്ള പ്രൊഡക്റ്റ് ഒക്കെ എല്ലാ അവാർഡ്സും അടിച്ചത്. അപ്പൊ ഇത് ഒരു TV വാങ്ങിച്ചിട്ട് നമ്മൾ ഇതൊന്ന് നല്ലൊരു ഹോം തിയേറ്റർ സോണോസ് വെച്ച് സെറ്റ് ചെയ്യാം. സോണോസിന് 24,000 രൂപ ഇവരുടെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ചില സോണോസിന്റെ ആ സബ് വൂഫർ, സോണോസിന്റെ അതാണ് അവരുടെ സൗണ്ട് ബാർ ആർക്ക് അൾട്ര എന്ന് പറഞ്ഞ്. പിന്നെ ഈ 2 സബ്ബുകൾ അല്ല 2 ഓഡിയോ, പിന്നെ അവിടെ സബ് ഉണ്ട്, സബ് 4 എന്ന് പറഞ്ഞ്. ഇതൊരു 2,70,000 വരും. പക്ഷെ ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ പ്യുവർ വയർലെസ് ആ. നമുക്ക് ഫോണിലെ ആപ്പ് വെച്ച് ഇവര് തന്നെ കാണിച്ചു തരും എവിടെ വെക്കണം. അതായത് ഇവർ ആക്ച്വലി ഇതിൽ റിസർച്ച് നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രൈസ് ഇച്ചിരി ഹയർ സൈഡ് ആണ്. പക്ഷെ ആ പ്രോഡക്റ്റ് ഇപ്പൊ ഇതിന്റെ സ്റ്റാൻഡിന് തന്നെ $10,000 കോസ്റ്റ് വരുന്നുണ്ട്. അതും അവര് തന്നെ അതെല്ലാം ബ്രഷ്ഡ് മെറ്റൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 100 ഇഞ്ചിന്റെ TVയും ഇതും കൂടെ വാങ്ങിച്ചത് 5 ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല. 5 ലക്ഷം രൂപയ്ക്ക് അതൊരു തിയേറ്ററിനെ വലിയ. ഇതിലെ പല ആർക്ക് അൾട്രയുടെ പല ഇതും ഇപ്പൊ നമ്മുടെ നോർമൽ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിനെക്കാളും ഒക്കെ പവർഫുൾ ആണ്. എന്നുവെച്ചാൽ അവരുടെ എന്നുവെച്ചാൽ എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ട്. ഗ്രാമി അവാർഡ് വിന്നേഴ്സ് ഉണ്ട്. അവരാണ് ഇവരുടെ R&D ടീം.
അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് പലതരം പ്രോഡക്റ്റ്. പിന്നെ ഇതെല്ലാം ലൈവ് ഡെമോ ഉണ്ട് കേട്ടോ. ഈ മാർഷലിന്റെ ഒക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഡൽഹിയിൽ അവരുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മാത്രമേ ഇത്രയും ഡെമോസ് ഉള്ളൂ, ലൈവ് ഡെമോസ് ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ കാണാം, കേട്ട് എടുക്കാൻ വേണം. 98 ഞങ്ങൾ വെക്കാൻ തന്നെ കാര്യം പലർക്കും അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 75 98 സാറ് പറഞ്ഞ പോലെ 100 ഇഞ്ച് എല്ലായിടത്തും വിൽക്കാനുണ്ട്. പക്ഷെ അത് കണ്ടാലേ അതിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാവും. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ 100 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സാംസങ് ഒക്കെ അങ്ങ് 6-7 ലക്ഷം. അത് വിലയും ഉണ്ട്. ഇത് 2.5 ലക്ഷം രൂപ എന്ന് പറയുമ്പം പിന്നെ പിന്നെ നമ്മൾ പ്രൈമറി എല്ലാം നമ്മൾ മാക്സിമം വീട്ടിലിരുന്ന OTT ഉണ്ട്, സ്ട്രോങ് ആയിട്ട് യൂട്യൂബ് ആണെങ്കിലും നമ്മുടെ വ്യൂവർഷിപ്പ് കൂടുതലും തിയേറ്ററിൽ പോകാതെ സെയിം എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് കിട്ടും. അതെ ശരിയാണ്. ഇനി എന്താണ് നമുക്ക് ഇനി ഇവിടെ ഉള്ളത്? ഇവിടെ നേരത്തെ ഇവിടെ ലാപ്ടോപ്പ് ഞങ്ങളുടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്രിന്റർ, ലാപ്ടോപ്പ്, മോണിറ്റേഴ്സ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ അതിലൊന്നും ഇപ്പൊ ഒരു ഫാൻസി ഇല്ല, ഇതൊക്കെ നിത്യോപയോഗ സാധനങ്ങളല്ലോ. ഇതൊക്കെ ഇപ്പം നമ്മള് അരി മേടിക്കുന്ന പോലെയാണ് ലാപ്ടോപ്പ് ആണെങ്കിൽ. അതൊക്കെ ഒരു കമ്പ്യൂട്ടർ മേടിക്കണേ വീട്ടുകാരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 6 മാസം എടുക്കും ഒരു കമ്പ്യൂട്ടർ മേടിപ്പിക്കണേ. ഈ കമ്പ്യൂട്ടറിൽ ഇന്ത്യയിൽ അറിയാൻ വേണ്ടി ചോദിക്കും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബ്രാൻഡ് ഏതായിരിക്കും? ലാപ്ടോപ്പില് HP ആണ് നമ്പർ 1. പിന്നെ 50ക്ക് മേളിൽ ആപ്പിളിൽ നല്ല പ്രസൻസ് ഉണ്ട്. ചിലപ്പം 50 താഴെ HP, പിന്നെ Acer, ലെനോവോ അങ്ങനെയുള്ള ബ്രാൻഡ്സ്. അസ്യൂസിന് നല്ല പ്രസൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരുവിധം 90% ഇപ്പൊ സാറ് തന്നെ ഒരു കമ്പ്യൂട്ടർ പറയുന്നത് റെയർ ആണ്. എല്ലാവരും ഇമെയിലിൽ തന്നെയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കൊമേഴ്ഷ്യൽ യൂസ്, ഇപ്പൊ നമ്മളൊരു ടാറ്റ എയ്സ് മേടിക്കുന്ന പോലെ കമ്പ്യൂട്ടർ. കാറ് ഫോണാണ്, ഫോണിലാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മരിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇന്റലിനെ തന്നെ NVIDIA ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇന്റൽ ആയിരുന്നല്ലോ ഈ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയെ തന്നെ. അപ്പൊ ഇന്റലിന്റെ അവസ്ഥ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവരുടെ ഇപ്പം ഗവൺമെന്റും NVIDIA 5% സ്റ്റേക്ക് എടുത്ത് ഇന്റൽ. അപ്പൊ ഇനി ഇന്റലും AI ചിപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും പ്രൈമറി. കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ട്, ഒരു AI ചിപ്പ് ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ. ഇപ്പൊ മറ്റേ മെറ്റാ ഗ്ലാസ് സാറ് കണ്ടില്ലേ, അതുപോലെ കമ്പ്യൂട്ടർ എന്ന പ്രൊഡക്റ്റ് എന്താന്നുള്ളതിൽ മാറ്റം വരും. ചിലപ്പം ഗ്ലാസ് ആയിരിക്കും കമ്പ്യൂട്ടർ, വാച്ച് ആയിരിക്കും കമ്പ്യൂട്ടർ. അപ്പോൾ 25 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയെങ്കിലും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് പനമ്പിളറിലെ ഇതൊന്ന് വിപുലീകരിച്ച് ഗംഭീരമാക്കിയത് അല്ലേ? ഞങ്ങളൊന്ന് പുതുക്കി. പനമ്പിളേർ ഞങ്ങൾ വന്നിട്ട് തന്നെ 10 വർഷത്തോളം. അപ്പം ഈ മുകളിലത്തെ നിലയൊന്നും ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങൾ സർവീസോ അതൊക്കെ ആയിട്ടാണ്. ഇവിടെ കമ്പ്യൂട്ടർ സർവീസ് ഉണ്ട്, ലാപ്ടോപ്പ്, ഫോൺ, എല്ലാ സർവീസും ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഇവിടെ സർവീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മുടെ തന്നെ സർവീസ് ആൾക്കാരുടെ ഉള്ളതുണ്ട്. പക്ഷെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. സർവീസ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയത്തില്ല. മുകളിൽ ഫുൾ സെക്ഷൻ ഉണ്ട്, 2 പേര് ഫുൾ ടൈം ഉണ്ട്. വേറെ കാര്യമുള്ളത് നല്ല പാർക്കിംഗ് ഉണ്ട്. ഒട്ടും ക്രാംഡ് അല്ലാത്ത, മെയിൻ അവന്യൂവിൻ്റെ സൈഡിലായതുകൊണ്ട് ഒട്ടും തന്നെ ക്രാംഡ് അല്ല, സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇതിൻ്റെ സാധനങ്ങളുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജൊക്കെ ഇനി താഴെയാണല്ലോ, താഴേക്ക് പോകാം. IT നെറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫ്രിഡ്ജ്, അതിൽ പക്ഷേ നമ്മൾ സ്വിഗ്ഗിയിലേക്ക് മെസ്സേജ് പോകുന്ന ഫ്രിഡ്ജ് ഇല്ല, ആപ്പുള്ള ഇല്ല. അതില്ല. ഇത് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഈ താഴെയുള്ള ഭാഗം അല്ലത് ഇവിടെയും ചേഞ്ച് ചെയ്യാൻ. ശരി. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഏത് കളറിൽ വേണേലും, ഇപ്പൊ നമ്മുടെ ഇന്റീരിയർ ഒരു കളറാണ്, ആ കളറിലോട്ടാക്കാം. കർട്ടൻ മാറ്റുന്ന അനുസരിച്ച് മൂഡ് അനുസരിച്ച് ക്രിസ്മസിന് വേണേൽ റെഡും വൈറ്റും തീം ആക്കാം. പിന്നെ ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ ഇതൊരു പാർട്ടി ബോക്സും കൂടെ ആണ്. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് പാട്ടെല്ലാം കേൾക്കാം. പാട്ടപ്പോ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അല്ല, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. ഇതിന് ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫോൺ വഴി കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സോർട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് കളർ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അങ്ങനെയാണല്ലേ? ടൂറിസ്റ്റ് ബസ് ഒക്കെ പോകുന്നല്ലോ. LGയുടെ പിന്നെ ഇതൊരു പാർട്ടി ബോക്സും കൂടെ. പാട്ടും കേട്ട് എന്തൊക്കെയല്ലേ ഫ്രിഡ്ജിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. ഫ്രിഡ്ജിലൊക്കെയാണ്. ഇതോടൊപ്പമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ ഇപ്പൊ സ്ക്രീൻ ഉള്ളതുണ്ട്, ഡയറക്റ്റ് നമുക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാവുന്നതുണ്ട്. അത് LGയിലും സാംസങ്ങിലും ഉണ്ട്. പിന്നെ ഇപ്പം ഒരു പുതിയ വിവാദം എന്ന് വെച്ചാൽ അതിന് പരസ്യവും കാണിച്ചു തുടങ്ങി. നമ്മള് പാൽ ഓർഡർ ചെയ്യുമ്പോൾ പാലിന്റെ പരസ്യം, ഫ്രീ ആയിട്ട് പരസ്യവും കാണേണ്ടി വരും. അമേരിക്കയില് ഓൾറെഡി അതൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. ഈ സ്ക്രീൻ ഇത് വെച്ച് അതിലും പരസ്യം. പിന്നെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ ഇത് പണ്ട് നമ്മുടെ നാട്ടില് വളരെ വിപുലമായ പ്രചാരം ഉണ്ടായിരുന്നു. ആൾക്കാർ ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ
കൊഡാക്ക് എന്നുള്ള കമ്പനിയുടെ ഇത് ഡയറക്റ്റ് അപ്പം തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. പോളറോയിഡ് കൊഡാക്കെല്ലാം മരിച്ച കമ്പനികൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വീണ്ടും എന്റെ ജീവിതത്തിൽ ഇത് വന്നു, എന്റെ മോളുടെ ബർത്ത്ഡേക്ക് അവളുടെ ഫ്രണ്ട്സ് ഇത് വാങ്ങിച്ചു കൊടുത്തു. അതെ അതെ, ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അപ്പം തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്യും. ചെറിയ ഫോട്ടോസ് ആണ്. കാരണം അത് നമ്മൾ ഈ ചെറിയ നമ്മുടെ ഇരിക്കുന്ന ഓഫീസിന്റെ ഒക്കെ ബാക്കിൽ പിൻ ചെയ്ത് വെക്കാം. അത് പിള്ളേരുടെ ഒരു ക്രൈസ് ആണ്. പിന്നെ ഈ കൊഡാക്കിന്റെ ഗുണമെന്ന് വെച്ചാൽ ഒരു പ്രിന്ററും കൂടാ. ഇപ്പൊ ഇത് എടുക്കണമെന്നില്ല, നമ്മൾ ആക്ച്വലി സാറിന്റെ ഫോണിൽ എടുത്തിട്ട് ഇതിൽ ക്വാളിറ്റി കുറവായിരിക്കുമല്ലോ, സാറിന്റെ ഫോണിൽ എടുത്തിട്ട് ഇതൊരു പ്രിന്റ് ചെയ്ത് അങ്ങനെയാ. ഇപ്പൊ ചില ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയൊക്കെ ജസ്റ്റ് ഈ മെമ്പർഷിപ്പ് കാർഡെല്ലാം കൊടുക്കാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ ഏറ്റവും നല്ല രീതി. OLED ഇല്ലേ എന്ന് വെച്ചാൽ ഈ ഫ്രെയിം ഒന്നുമില്ല, നമുക്ക് നേരെ മതിലോട്ടൊരു ഫ്രെയിം പോലെ. അൾട്ടിമേറ്റ് TV ആണ് നോക്കുന്നതെങ്കിൽ എടുക്കേണ്ട സാധനം. അതപ്പോ ഇതിന് വില എങ്ങനെയാണ്? ഇത് ആക്ച്വലി 55 തന്നെ 1 ലക്ഷം രൂപയോളം വരും. പക്ഷെ അത് പ്രൊഡക്റ്റ് ആണ്. ഒരു നമ്മൾ ടിവിയിൽ ഇനി ഒരു കോംപ്രമൈസും വേണ്ടെന്ന് വെച്ചാൽ ഇതാണ്. LG ആണ് അതില് OLEDന്റെ അവരാണല്ലോ പേറ്റന്റ്. സോണിക്കാണെങ്കിലും LG പാനൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ശരി, അതോളാം, ഭയങ്കര ക്ലാരിറ്റിയാണ്. ഇനി വേറൊരു സാധനം ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സംവിധായകൻ നാദർഷയുടെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പം ഇതിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കക്ഷി എൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓടി നടക്കും, നല്ലോണം ക്ലീൻ ചെയ്തു. നമ്മൾ എന്താണ് ഒരു ഉരുണ്ട സാധനം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് IT-നെറ്റിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനുശേഷം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഇവിടെ നിന്ന് വാങ്ങിച്ചു. അതാണ് ഈ സാധനം. ഇത് റോബോട്ടിക് മാപ്പ് അല്ലെ, മോപ്പ്. ഇത് വെറ്റും ഡ്രൈയും ഉള്ളതാണ്. ഇത് ടാപ്പ് ഒന്ന് TP ലിങ്ക് എന്നുള്ള നെറ്റ്വർക്ക് കമ്പനി ഇല്ല, അവരുടെയാണ്. ഞങ്ങൾ ഈ ബ്രാൻഡ് കൂടുതലാണ് വെച്ചാൽ ഇതിനാകുമ്പോൾ നമുക്ക് ഇവിടെ സർവീസ് സെന്ററും എല്ലാം ഉണ്ട്. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എന്താ? ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്തോളൂ, നമുക്ക് ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിന്റെ 1-2 ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ പവർ കൂടിയത്. ഇപ്പൊ ഏറ്റവും പുതിയ ഈ മോഡൽ എന്ന് വെച്ചാൽ സാറിന് ലിഡാർ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെയൊക്കെ നാവിഗേഷൻ അതുവരെ ഉണ്ട്. ലിഡാർ നാവിഗേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മാപ്പ് ചെയ്യും. ആദ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇവൻ ഹൗസ് മാപ്പ് ചെയ്യും, അതുകൊണ്ട് ഇവൻ തനിയെ കണ്ടുപിടിച്ച് ചെയ്തോളൂ. ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. തടസ്സം ഉണ്ടെങ്കിൽ അവൻ കട്ട് ചെയ്ത് വെക്കോളും. കാർപ്പറ്റുകൾ ക്ലൈംബ് ചെയ്യും, ചെറിയ തിക്കുള്ള. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ ഇതെടുത്ത് നമ്മളിപ്പം ഇതുപോലുള്ള മോളിൽ ഇടുന്നു, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഇട്ടാൽ ഇവൻ അവിടെ ക്ലീൻ ചെയ്തോളും, താഴോട്ട് വീഴത്തില്ല. ഇപ്പൊ സ്റ്റെയറിന്റെ സൈഡിലോട്ടൊന്നും വീഴത്തില്ല. അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഡസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യണേല് അതിന്റെ മുകളിലോട്ട് ഇതിനെ ഇട്ട് കൊടുത്താൽ ചെറിയ സ്പേസ് ഉള്ള മുകളിൽ ഇടാം. പിന്നെ ഈ കട്ടിലിന്റെ അടിയിലോട്ട് പോയിട്ട് ഇവൻ കറങ്ങി വന്നോളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വെറ്റായിട്ടുള്ള ക്ലീനിങ് അല്ല, വെറ്റ് ക്ലീനിങ്ങും ഉണ്ട്. ഇതിൽ വെള്ളം ഇത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെറ്റ് ക്ലീനിങ്ങും ഉണ്ട്. അത് വേറൊരു ഇവിടെ വെള്ളം നമുക്ക് നിറയ്ക്കാം. ഇത് തനിയെ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ പ്രായവർക്കും എല്ലാം ഭയങ്കര കൺവീനിയന്റ്. ഇപ്പം സാറിന്റെ പാരന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് എന്ത് വിലയുണ്ട് ഇതിന്? ഇതിപ്പം ഇത് 12,000 തൊട്ട് 10,000 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലിപ്പോ ഏറ്റവും അൾട്ടിമേറ്റ്സ് ആണ് ഈ 5000 PA ഒക്കെ ഉള്ള. ഇതിന് പോലെ 18,000 ഉള്ളു. അങ്ങനെ വില കൂടുന്തോറും എന്താണ് ഇതിൽ കൂടുതൽ? വില കൂടുന്തോറും സക്കിംഗ് പവർ കൂടും. പിന്നെ ഇതിന്റെ തന്നെ ബിൻ ഉള്ളതുണ്ട്. ഇതിപ്പോ നമ്മള് ഇതിന് ബിൻ കുറവാണല്ലോ, നമ്മള് ഒരാഴ്ച കൂടുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. മറ്റേ ഒരു ചെറിയ ബോക്സ് പോലെ, അത് സോൾഡ് ഔട്ട് ആണ്, ബോക്സ് പോലത്തെ ഒരു ബിന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് തിരിച്ചു കയറിക്കോളൂ. ഇത് ഓട്ടോമാറ്റിക് ചാർജറിലോട്ട് കയറും. എന്നിട്ട് ആ ബിന്ന് നിറയുമ്പോൾ നമ്മൾ 1 മാസം കൂടുമ്പോൾ കളഞ്ഞാൽ മതി. ഇപ്പൊ പ്രായമുള്ളവർക്കെല്ലാം ഈ കുനിഞ്ഞെടുത്ത് കളയണ്ടല്ലോ എന്നുള്ളതിന് ഇത് നല്ലതാണ്. ഓട്ടോമാറ്റിക് ചാർജിങ്ങിലോട്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അധികം അറിയാത്ത അതാണ്. അപ്പൊ ഇത് എത്ര വലിയ ഏരിയയും ഓടിക്കോളും. അത് ഇവൻ ആദ്യത്തെ ഒരാഴ്ച ഇവൻ പഠിക്കും, പിന്നെ ആ റെഗുലർ ഏരിയ ക്ലീൻ ചെയ്യും. ഏത് തരത്തിലുള്ള ഫ്ലോറും പറ്റും. അതെല്ലാം ചെയ്തോളൂ. ശരി, അത് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആണ്. അവരൊക്കെ വളരെ മുമ്പേ ഭയങ്കര കോമൺ ആയി. നമ്മൾ പല ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണാം ഓടി പോകുന്ന സാധനം കാണാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് വേണ്ടല്ലോ, ഡൈസന്റെ ഒക്കെ കൊടുക്കാൻ നമ്മൾ തന്നെ പണിയെടുക്കണം. ഇതൊരു തുടക്കമാണ്. ഇനി പണിയെടുക്കാത്ത പരിപാടികൾ വരുന്നുണ്ട്. മാക്സിമം പണിയെടുക്കാൻ സ്റ്റെപ്പ് കയറുന്നതൊക്കെ US ലോഞ്ച് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി പോയി ചെയ്യും. അപ്പൊ മുകളിലത്തെ നിലയിൽ പോയി അവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ NRIs ആണ് അധികം. അച്ഛനമ്മ മാത്രമേ അവർക്ക് ഏറ്റവും. കോവിഡ് സമയത്ത് മറ്റേ സഞ്ജീവനി ഹോസ്പിറ്റൽ നേവിയിൽ, അവിടെ ഞങ്ങളുടെ 20 എടുത്ത്. എന്നുവെച്ചാല് ആ ഹോസ്പിറ്റലിൽ ഇവര് പോയി ക്ലീൻ ചെയ്യണ്ട, അടിയിലൊക്കെ ഇത് വരുന്നേക്കെ. അപ്പം ഞങ്ങൾ കോവിഡിന് കട തുറന്ന് എടുത്തു കൊടുക്കുമായിരുന്നു. ചില അപ്പൊ ആ ടൈമിൽ ഗുണമായിരുന്നു. ചില ഫിസിക്കലി ആള് പോകണ്ട, ചില അന്ന് കോവിഡ് സ്പ്രെഡ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് ആ ഹോസ്പിറ്റൽ ഫ്ലോറിൽ ഇവന്മാർ ഇട്ടിരും എല്ലാ മുറിയിലും. ഇത് പോയി ക്ലീൻ ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ ഫോണിൽ കൺട്രോൾ ചെയ്താൽ മതിയല്ലോ, നേരിട്ട് കൊണ്ടല്ലോ. ഇനി ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു സാധനമുണ്ട്. ഇത് ഗൂഗിൾ പിക്സ് ആണ് ഫോൺ അല്ലേ? ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് ഗൂഗിളിന്റെ ഞാൻ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. പക്ഷെ പിക്സൽ ഫോൺസ് ഇന്ത്യയിൽ മുമ്പ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ സർവീസ് സെന്റർ ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ സർവീസ് സെന്റർ വന്നിട്ടുണ്ട് ഗൂഗിളിന്റെ. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഐഫോൺ എല്ലാവരുടെയിലും ഉണ്ട്. ഇപ്പൊ ഒരു ഐഫോൺ മാറ്റി സാംസങ് അല്ലാത്തൊരു നല്ല ആൻഡ്രോയിഡ് ഇതാണ് വെച്ചാല് ആ ഒരു ഐഫോണിന്റെ ഒക്കെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്.
പിക്ചർ ക്വാളിറ്റി ഫോട്ടോസ് ഭയങ്കര നല്ലതാണ്, പിക്സലാണല്ലോ. പിക്സലാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഗുണം ഇതിന്റെ കൂടെ 2 TB നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആണ് ഗൂഗിളില്. ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ ജെമിനി ഇപ്പം എല്ലാരും ജെമിനി വെച്ചുള്ള കളിയാണല്ലോ. ഇതിൽ ജെമിനിയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടുണ്ട്. ചില ഇതില് ഈ നമ്മുടെ OS ലെവലിൽ തന്നെ ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാനുമായിട്ടൊരു ഫോട്ടോ, സാറില്ല ഒരു ഫംഗ്ഷൻ ഇല്ല, സാറിന്റെ ഫോട്ടോ അതിലോട്ട് വേണേൽ ആഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ പരസ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്ത് വിലയുണ്ട് ഏകദേശം നമ്മൾ 30 തൊട്ട് ചിലപ്പോ ഇവരുടെ ഇപ്പം നമുക്ക് S24 കമ്പയർ ചെയ്യുന്ന സാധനം ഒരു 45 പിക്സൽ 9. പിന്നെ ഇവരുടെ അൾട്ടിമേറ്റ് ഫോൾഡ് ചെയ്യാന്നൊക്കെ ഉണ്ട്. അത് പിന്നെ സാംസങ് 150 ആ റേഞ്ച് ഉണ്ട്. പ്രോ ഇപ്പൊ പിക്സൽ 10 ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തത്. ഇതൊരു 80 റേഞ്ച്. പക്ഷെ ഇതിനും ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. 24 മന്ത് EMI അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പൊ അവര് ആക്ച്വലി ഇന്ത്യയിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പണ്ട് പിക്സൽ എന്ന് വെച്ചാൽ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ചില അവരുടെ തന്നെ കസ്റ്റമർ ആണല്ലോ സാംസങ്ങും LG. ഇപ്പം ഈ ഫിക്സ്ചേഴ്സും സർവീസ് സെന്റർ കൊച്ചിയിൽ വന്നു. പിക്സൽ നമുക്ക് ഇനി പണ്ട് നമ്മളും അത്ര സജസ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സർവീസ് ഒക്കെ ബാംഗ്ലൂർ അയക്കണം. പക്ഷെ ഇപ്പം പിക്സൽ സ്ട്രോങ് നല്ല ബ്രാൻഡാണ്. നല്ല ഒരു വ്യത്യസ്തത വേണ്ടവർക്കുള്ള ബെസ്റ്റ് ഫോണാണ്. ഇതും എല്ലായിടത്തും ഡിസ്പ്ലേ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ഈ കൗണ്ടർ ഇവിടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് കൗണ്ടേഴ്സ് ഇവിടെ. ഇപ്പൊ നമുക്കിപ്പോ ആപ്പിളും ഗൂഗിളും കമ്പയർ ചെയ്യണതിൽ പറ്റിയൊരു ഇതാണ്. അവരുടെ ഹെഡ്ഫോൺസും എല്ലാം ഉണ്ട്, അത് ആ സൈഡിലുണ്ട്. അവരുടെ വാച്ച് വരുന്നുണ്ട്, പിക്സൽ വാച്ച് 4 എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഈ നവംബർ 2nd വീക്ക് ലോഞ്ച് ആവും. അതും അവരും ഫുൾ എക്കോ സിസ്റ്റം ആയിട്ട് വരുവാ. ലാപ്ടോപ്പ് ഒക്കെ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തായിരുന്നു, പക്ഷെ ഇന്ത്യയിൽ വന്നില്ലായിരുന്നു. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് OnePlus എവിടുത്തെ കമ്പനിയാ? OnePlus ഒരു ഒപ്പോടെ തന്നെ ഒരു കമ്പനിയാണ്, അത് പലർക്കും അറിയില്ല. ശരി. OnePlus ഒപ്പോടെ ഫുള്ളി ഉണ്ടായിരുന്നു. ഈ ഒപ്പോ വിവോയ്ക്കെല്ലാം പണ്ട് അമേരിക്കയിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ, ചൈനീസ്. അപ്പൊ ഒരു OnePlus എന്നൊരു പുതിയ ബ്രാൻഡ് ആദ്യം OnePlus 1 ലോഞ്ച് ചെയ്തപ്പോ OPPO ഒപ്പോടെ തന്നെ ഒരു പേരായിരുന്നു. പക്ഷെ ഇപ്പൊ OnePlusന്റെ പുള്ളി അതിന്റെ ഫൗണ്ടർ കാൾപേ അതിൽ നിന്ന് മാറി ഇപ്പൊ നത്തിങ് തുടങ്ങി. അതിന്റെ ഇതിന്റെ ആത്മാവ് പുള്ളിയായിരുന്നു. നല്ല പ്രൊഡക്ട്സ്. OnePlus ഈസ് ഡൂയിങ് വെരി ഗുഡ്. ഇപ്പൊ അവരും ഇവർക്കിടയ്ക്ക് ആ ഗ്രീൻ ലൈൻ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അപ്പൊ അതെല്ലാവർക്കും OnePlus സർവീസിൽ ഭയങ്കര വിശ്വസത കാണിച്ചത്. ചില വാറണ്ടി കഴിഞ്ഞവർക്ക് പോലും കംപ്ലീറ്റ് മാറിക്കൊടുത്തു. അത് ഉത്തരവാദിത്തം എടുത്തു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് OnePlusന്റെ ഡീലേഴ്സ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ആ ബ്ലൂ ലൈൻ എല്ലാവർക്കും ആ ഗ്രീൻ ലൈൻ പ്രശ്നം ആദ്യം. പക്ഷെ ഇപ്പം അവരെന്നിട്ട് അത് തീരുമാനമെടുത്ത് വാറണ്ടി കഴിഞ്ഞതോ എല്ലാവർക്കും നോ ക്വസ്റ്റ്യൻ ആസ്ഡ് മാറ്റി കൊടുത്തു. പിന്നെ ഡീലേഴ്സ് എല്ലാം തിരിച്ചു തുടങ്ങി. OnePlus ഇച്ചിരി താഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വീണ്ടും തിരിച്ചു വന്നു. ഇപ്പൊ OnePlus 13 S ഒക്കെ നല്ല 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 പ്രൊഡക്ട്സ് ആണ്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ്, നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. പിന്നെ ആൻഡ്രോയിഡ് ക്ലീൻ ആൻഡ്രോയിഡ് ആണ്. ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ നോർമൽ എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ആക്സസറീസ് ഫോൺസ് ഒക്കെ പിന്നെ നമ്മുടെ കയ്യിലുണ്ട്. ആക്സസറീസ് ഫോൺസ് ഒക്കെ നമ്മുടെ സ്ഥിരം പ്രൊഡക്ട്സ് ആണ്. നമ്മൾ പുതിയ കൊണ്ടുവന്ന ഡൈസൺ പിന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സാറിന് അറിയാം ഡൈസനെ പറ്റി. ഡൈസൺ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ഹെയറിന്റെ ഒക്കെ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ച ചെറിയ പൈസയാണ്. ഡൈസൺ ഭയങ്കര പൈസയാണ്. എന്താണ് അതിന് കാരണം? അല്ല, അത് ആ ക്വാളിറ്റി അതിന് വർത്താണ്. വെച്ചാൽ അത് യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ മുടിക്ക് പ്രശ്നവും വരത്തില്ല. ചില അവർ വേറൊരു ടൈപ്പ് ടെക്നോളജിയാണ്, മുടിയും കൺട്രോൾ ചെയ്യും. പക്ഷെ ഡൈസന്റെ ഹെയറിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഇവരുടെ ഈ വാക്യൂം ക്ലീനേഴ്സ് ആണ്. ഇതാണ് അവരുടെ ഒരു ഒബ്സസ്ഡ് ആണ് ഈ വാക്യൂം ക്ലീനേഴ്സ് പുതിയ കണ്ടുപിടിക്കുന്നതിൽ. ഇത് 2 വർഷമാണ് വാറണ്ടി. എല്ലാ ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു കാർപ്പറ്റ് തന്നെ ഒരു വേറൊരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഡൈസന്റെ ഇതും കൂടെ വെച്ച് ക്ലീൻ ചെയ്ത 2 സൈഡ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. പിന്നെ പ്രോഡക്ട്സ് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നത് ഇതെല്ലാ ഡൈസിന്റെ കൂടെ 6-7 അറ്റാച്ച്മെന്റ്സ് വരും. അതുപോലെ ഈ കാറിന്റെ അകമെല്ലാം ക്ലീൻ ചെയ്യാൻ ഈ കോർണേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് വെച്ചൊന്ന് ചെയ്താൽ നമ്മുടെ ഒരു കാർ വാഷി കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. കാറിന്റെ വില വാങ്ങിക്കോ? കാറിന്റെ ഇത് വില കൂടുതല, 30,000 രൂപ. പക്ഷെ ഓടിക്കോളും. പിന്നെ 25,000 രൂപ. ഇപ്പൊ ആദ്യമായിട്ട് ഇവരെല്ലാം വയർലെസ് ആയിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ യൂസിനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, ബിഗ് ബോൾ എന്ന് പറഞ്ഞു വയേർഡ് സാധനം വന്നിട്ടുണ്ട്. അത് 5 വർഷം അതിന്റെ വാറണ്ടി. അതെടുത്ത് താഴെ ഇട്ടാലും കുഴപ്പമില്ല. തനിയെ ഇതൊരു പ്രത്യേക ടെക്നോളജി. ഇവൻ തനിയെ തിരിഞ്ഞ് കയറി വരും. ഇത് എന്നെങ്കിലും ഭയങ്കര പവർഫുൾ ആണ്. ചിലപ്പോ ഒരു ഹോട്ടലോ അല്ലെ ജിമ്മോ ഇതൊരു കൊമേഴ്ഷ്യൽ സാധനം വേണം. അത് യൂസ് ചെയ്ത് നമ്മളിപ്പോ കർട്ടൻസ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഡൈസൺ വെച്ച് യൂസ് ചെയ്ത്. ഡൈസൺ എവിടുത്തെ കമ്പനിയാ? ഡൈസൺ UK കമ്പനി. ഡൈസൺ ആക്ച്വലി ഇവര് മൈക്കൽ ഡൈസൺ ഒരു സ്റ്റീവ് ജോബ്സ് പോലത്തെ ഒരാളാണ്. 2000 പേറ്റന്റ് റിജക്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് വന്നത്. പിന്നെ ഇവരുടെ എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട്. ഇത് എയർ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അത് ചൂട് യൂസ് ചെയ്യാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് ഭയങ്കര യുണീക്ക്. ഇവരുടെ ഒരു ഇത് നോർത്ത് ഇന്ത്യയിലാണ്. ഇവിടെ നമ്മുടെ പൊല്യൂഷൻ അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് എയർ പ്യൂരിഫയർ ആണ്. ഇത് ഇവിടെ നിന്ന് ഡൽഹിയിലോട്ട് നമ്മൾ അയക്കാറുണ്ട്. ചില അവിടെ സോൾഡ് ഔട്ട് ആവും ഇത്. അപ്പൊ അവന്മാർ ഇവിടെ നിന്ന് വിളിക്കും. ഇതിപ്പം വീട്ടിൽ വെക്കുന്നതാണോ? ഇത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ യൂസ്. ഇതൊക്കെ വീട്ടിൽ വെക്കാം. ഇതിലൊക്കെ ചെറിയൊരു ഫാനും ഉണ്ട്. പിന്നെ ഗുണമെന്ന് വെച്ചാൽ ഇത് AC-യും കുറച്ചുകൂടെ ക്ലീൻ എയർ ആവും. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഡിഫറൻസ് ലൈവായിട്ട് വരുമ്പോൾ വ്യത്യാസം. AC-യുള്ള വീട്ടിൽ വെച്ചാൽ കുറച്ചുകൂടെ ക്ലീൻ എയർ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ലെവൽസ് എല്ലാം കാണാം.
ഇത് നമ്മുടെ ഇതൊരു കൊമേഴ്ഷ്യൽ യൂസിനുള്ള സാധനം. ഇതൊരു 65,000 വരും. പക്ഷേ ഇത് പല ഓഫീസസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വലിയ ഹോളുകൾ. ഇത് 30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വീടുകളിലേക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. മതി. അത് സൈസ് പോലെ. ഇപ്പൊ ഹോളി വെക്കുവാണെങ്കിൽ ഇത് വെക്കുന്നവരുണ്ട്. പ്രായമുള്ളവരും വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആസ്മയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇതെല്ലാം 2 വർഷം മാറുന്നു. ഫിൽറ്ററിനൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല. ചില ഇത് ഡൈസൺ മേടിച്ച ഒരാൾ പിന്നെ വേറൊരു പ്രൊഡക്റ്റ് അവരുടെ കാറ്റഗറി കൺസിഡർ ചെയ്യത്തില്ല. സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. സർവീസ് ഒന്നും ഒരു പ്രശ്നമില്ല. വാറണ്ടി കഴിഞ്ഞതിന് വരെ സർവീസ്. ഞങ്ങൾക്ക് തന്നെ പല എക്സ്പീരിയൻസ് ഉണ്ട്. വാറണ്ടി കഴിഞ്ഞിട്ടും അവര് സപ്പോർട്ട് ചെയ്യും. എന്നുവെച്ചാൽ ഭയങ്കര ഒരു കസ്റ്റമർ ഓറിയന്റഡ് കമ്പനിയാണ്. ഞങ്ങൾ അങ്ങനത്തെ കമ്പനികളാണ് നമുക്ക് പ്രിഫറൻസ്. ഈ പറഞ്ഞ പോലെ ഈ ഹെയർ സ്ട്രൈറ്റ്നറിന്റെ കാര്യത്തിൽ ചൂടുവായുവാണ് എപ്പോഴും നമ്മുടെ ഹെയർ ഫോളിന്. അതെ. ഈ ഇവരുടെ എയർ റാപ്പ് എന്നുള്ള പ്രൊഡക്റ്റ് ഈ മിക്ക സ്റ്റൈലിസ്റ്റുകള്, ഇവരുടെ ബ്രാൻഡ് അംബാസഡർ ദീപിക പതുക്കോണൊക്കെ ഇത് ഗ്ലോബലി ഇവര് ഇത് പുതിയ സാധനം വൈഫൈ വെച്ച് കണക്ട് ചെയ്ത്. ഇപ്പം സിസ്റ്റേഴ്സ് 3 പേരുണ്ട്. 3 പേർക്ക് 3 ഡിഫറെന്റ് സെറ്റിംഗ് ഇട്ട് വെക്കാം. അങ്ങനെയൊക്കെയുള്ള മെമ്മറി ഫംഗ്ഷൻ ഒക്കെ വണ്ടിയുടെ മെമ്മറി ഫംഗ്ഷൻ പോലെയാണ്. അതുപോലെ ആക്സറീസ് ആണ് ഇതല്ല. അല്ല ഞങ്ങൾ ഇവിടെ മേക്കപ്പ് ടേബിൾ ഒക്കെ വെക്കേണ്ടി വന്ന ഇലക്ട്രോണിക്സിൽ നിന്ന് ഇതും ഒരു ടെക്നോളജി ആയി മാറിയിരിക്കുകയാണ്. ഞങ്ങള് ഇതെന്താണ് ഇവിടെ ഒരു മേക്കപ്പ് ടേബിൾ എന്ന് ആൾക്കാർ ചോദിക്കും. ഇതിലിപ്പം വൈഫൈ വന്ന് ഞങ്ങൾ എന്ത് സാധനം വൈഫൈ അതിലോട്ട് വന്നാൽ ഞങ്ങൾ അതിൽ ഇറങ്ങും. ടിവിയിൽ ഞങ്ങൾ ഇറങ്ങി, വാച്ചിൽ ഞങ്ങൾ ഇറങ്ങി. ചില സ്മാർട്ട് വാച്ച് വന്നല്ലോ, ഞങ്ങൾ ഇലക്ട്രോണിക്സ് വന്നാൽ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങും. വാച്ച് കടക്കാർക്കും TV കടക്കാർക്കും എല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മള് നത്തിങ്ങിന്റെ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഇതാണ്. നത്തിങ് ഒരു യുണീക്ക് ഡിസൈൻ ആണ് എല്ലാം. ഇതാണ് നമ്മുടെ ഷസാം എപ്പോഴും ലൈറ്റ് കത്ത് എന്ന് പറയുന്നത്. ലൈറ്റ് കത്തെന്ന് പറയുന്നത് അത് എന്താ വെച്ചാൽ ഇവരുടെ ലൈറ്റ്സ് വെച്ച് കൺട്രോൾ ചെയ്യും. ഇപ്പൊ ഞാനിപ്പം സാറിന് വേണ്ടി ഒരു പാറ്റേൺ ഇടാം, ഇതിന്റെ പുറകെ ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ സാറ് വിളിക്കുമ്പം ഇതിങ്ങനെ ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡെലിവറി വരുന്നു, അതിങ്ങനെ ഇവിടെ നമുക്ക് ഇത് ഇടാം. ടൈമർ വെക്കുന്നു. അങ്ങനെ പല റിംഗ് ടോണിന് ഓരോരുത്തർക്കും ഓരോ ലൈറ്റ് ആക്കാം. ഭാര്യ വിളിക്കുമ്പോൾ കട്ട് ചെയ്യുന്നു, കറുപ്പാക്കുന്നു. ബ്ലാക്ക് ഔട്ട്. വേറെന്താണ് പ്രത്യേകം നത്തിങ്ങിന്റെ കാര്യത്തില്? അല്ല, നത്തിങ്ങിന്റെ ക്ലീൻ വോയിസ്. ഇത് മറ്റേ OnePlusന്റെ പുള്ളി തുടങ്ങിയത്. അവരുടെ ഹെഡ്ഫോൺസ് ഉണ്ട്. അവര് പല പ്രൊഡക്ട്സും അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസൈൻ അവര് യുണീക്ക് ഡിസൈനാണ്. എന്നുവെച്ചാല് ഇപ്പൊ നമ്മള് ഫോൺ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും നിത്യോപയോഗ സാധനങ്ങളിലൊന്നാണല്ലോ. അപ്പം ഓരോരുത്തർക്കുള്ള ഓരോ ടേസ്റ്റ്. കപൂർ ഒക്കെയാണ് ബ്രാൻഡ് അംബാസഡർ. ആ ഡിസൈനാണ് ഇവരുടെ സെല്ലിംഗ് പോയിന്റ്. അവർക്കും ഇപ്പൊ സർവീസ് സെന്റേഴ്സും എല്ലാം ആയി. പണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും നമുക്കത് റിസ്ക് ഇല്ല. ഇപ്പൊ ധൈര്യമായിട്ട് കൊടുക്കാം കസ്റ്റമർക്ക്. ആദ്യം ഇച്ചിരി പ്രശ്നമായിരുന്നു സർവീസ്. ഇപ്പൊ നല്ല സർവീസ്. ഇനി എന്താണ്? ഇനിയിപ്പോ നമുക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. പ്ലേ സ്റ്റേഷൻ നമ്മുടെ പണ്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത്രയും സ്റ്റോക്ക് എനിക്കൊന്നും എവിടെയും കാണത്തില്ല. എന്താണ് ഇപ്പൊ പുതിയ പരീക്ഷണങ്ങൾ? എന്താണ് പ്ലേ സ്റ്റേഷനിൽ വന്നത്? പ്ലേ സ്റ്റേഷൻ ഇത് മാറാൻ സമയമായി. PS5 കുറെ നാളായിട്ട് മാറ്റിയിട്ടില്ല. ഇപ്പൊ എനിക്കൊന്ന് 5 വർഷത്തോളം ആയി ലോഞ്ച് ചെയ്തിട്ട്. ഇപ്പൊ PS5യുടെ ഇപ്പൊ പുതിയ എക്സൈറ്റിംഗ് പ്രൊഡക്റ്റ് ഈ ഫിഫ ആണ്. PS5യുടെ 50% ആൾക്കാർ കളിക്കുന്ന ഗെയിം. ഫിഫയുടെ എഡിഷൻ വന്നിട്ടുണ്ട്. PS5 പിന്നെ ഈ സോണി എന്നുള്ള കമ്പനിയെ പിടിച്ചെടുത്തതിന്റെ PS5 ഏറ്റവും റവന്യൂ. ഒരു കംപ്ലൈന്റും ഇല്ല ലോകത്ത്. ഒരു ആൾക്കാർക്ക് വേണ്ട ഒരു സോണിയുടെ കാര്യത്തിൽ പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ. അതെ, അവരുടെ TV ഡിവിഷനും എല്ലാം നഷ്ടത്തില്ല. ഈ PS5 PS4ന്റെ സക്സസ് ആണ് അവരെ തിരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ക്യാമറയും എല്ലാം അവരുടെ 89% പ്രോഫിറ്റ് ഇതിൽ നിന്നാണ് വരുന്നത്. റവന്യൂ 60% ഉള്ളത് ഈ കമ്പനി. എന്താണ് പ്രൈസ് റേഞ്ച്? പ്രൈസ് റേഞ്ച് നമുക്ക് 45 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 2 PS5 മാത്രം. പിന്നെ PS5 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു ബുദ്ധിമുട്ട് PS5 പോർട്ടൽ എന്ന് പറഞ്ഞ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊരു PS5 ഉണ്ട്, വയർലെസ് ആയിട്ട് നമുക്ക് അതിലെ ഗെയിംസ് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ PS5 ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതേ ഗെയിംസ് ഇതിൽ കളിക്കാം. ഇത് 18 രൂപയിൽ അതിന്റെ ഒരു അഡീഷണൽ സപ്ലിമെന്ററി. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സാംസങ്ങിന്റെ എല്ലാ സാംസങ്ങിന്റെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ. ഒരു സാംസങ് സ്റ്റോറിന്റെ അത്രയും തന്നെ ഡിസ്പ്ലേസ് ഒക്കെ ഇവിടെ ഉണ്ട്. വാച്ച് അടക്കം. വാച്ച് എല്ലാം ഉണ്ട്. വാച്ചുണ്ട്. പിന്നെ ഇപ്പൊ ടാബ്ലറ്റ്സിലൊക്കെ അവര് പിന്നെ ലാപ്ടോപ്സ് വന്നിട്ടുണ്ട്. മുകളിലാണ്. ലാപ്ടോപ്സിലും സാംസങ് വീണ്ടും ഇടയ്ക്ക് വെച്ച് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. അപ്പൊ വീണ്ടും അഗ്രസീവായിട്ട് സാംസങ് ലാപ്ടോപ്സിൽ വരുന്നുണ്ട്. സാംസങ് പിന്നെ ഈ പുതിയ ഫോൾഡ് ഒക്കെ ഭയങ്കര. ഇത് പുതിയ ഫോൾഡ് അല്ലേ? സാറ് മാറ്റിയിട്ടില്ലല്ലേ? സാറിന്റെ S25? അല്ല, എന്റെ S25 അൾട്ര തന്നെ നിൽക്കുക. ഈ ഫോൾഡ് ഈ പറഞ്ഞ പോലെയാണ് നമ്മള്. അത് ഇത്തവണ ഭയങ്കര തിന്നായി. നല്ല ഫോണാണ് ഇത്. ഫ്ലിപ്പൊക്കെ ഇവിടെ കാണുമ്പോൾ കുറേ ഭംഗിയുണ്ട്. അതവരെ ഏറ്റവും നല്ല ഡെമോസ്. ഫ്ലിപ്പിന്റെ തന്നെ പുതിയ ഫ്ലിപ്പ് ഫുൾ സ്ക്രീൻ ആക്കി. അവിടെ സ്ക്രീനിന്റെ ബോർഡർ തന്നെ എടുത്തു കളഞ്ഞു. അപ്പം സത്യത്തിൽ ഇവിടെ തന്നെ കൂടുതലും ചെയ്യാം. പിന്നെ ഇവരുടെ നോർമൽ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു ജനതാ പ്രൊഡക്റ്റ് ആണ്. എങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഐഫോണിന്റെയും മാക്ബുക്കിന്റെ കാര്യത്തിലാണ്. ഐഫോണിന്റെ കാര്യത്തിൽ
ഈ പറഞ്ഞ പോലെ ഒരിടത്തും ഇല്ലാത്ത പിന്നെ സ്റ്റോക്കൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? എങ്ങനെയാലും ഞങ്ങൾ ഒപ്പിക്കും. എങ്ങനെ ഒപ്പിക്കും അല്ലേ? ഈ മാക്കിന്റെ ഒക്കെ ഈ കസ്റ്റമൈസ് ചെയ്ത മോഡൽസ് എല്ലാം നമ്മുടെ റെഡി കാണും. സാറിന് അറിയാവുന്ന ബ്ലോഗേഴ്സും മിക്കവരും എടുക്കുന്നുണ്ട്. ചില നമ്മുടെ ഇപ്പം നോർമൽ ആപ്പിളിന്റെ സൈറ്റിലുള്ള സ്പെക്കെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആപ്പിളിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിന് 2 weeks 3 weeks ഡിലേ ഉണ്ട്. നമുക്കത് 1-2 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യും ഓൾമോസ്റ്റ് ഹൈ ആണ്. ചില അത് കൂടുതലും ഈ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ളവർക്കുള്ളതാണ്. നമ്മുടെ നല്ലൊരു കസ്റ്റമർ ബേസ് ആണ്. അപ്പം ഒരു 7 ലക്ഷം രൂപയുടെ ആണെങ്കിൽ നമുക്ക് സെയിം ഡേ കൊടുക്കാൻ പറ്റും. ചിലെല്ലാം ഒരു ഇത് നമ്മുടെ കാണാം. പിന്നെ ആപ്പിളിന്റെ നമ്മളൊരു ചെറിയ മിനി ആപ്പിൾസ് എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേയിലുണ്ട്. ഇത് ഒഫീഷ്യൽ ആപ്പിളിന്റെ ഓഫീസ് ലൈൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഐപാഡ്സ് ഉണ്ട്, മാക് ഉണ്ട്, വാച്ച് ഉണ്ട്. എല്ലാം ലൈവായിട്ട് കണ്ട് കമ്പയർ ചെയ്തിട്ട് എടുക്കാം. കളേഴ്സ് എല്ലാം കാണുന്നതിൽ ഇതാണ് നമ്മുടെ കുപ്രസിദ്ധമായ ഓറഞ്ച് കളർ. എല്ലാരും ഓറഞ്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഇവിടെ പഴയ ഐഫോൺ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ 24 month EMI ഉണ്ട് എല്ലാ പ്രൊഡക്ഷനും. അതാണ് അതിന്റെ ഗുണം. ആപ്പിൾ ഇപ്പൊ ആക്ച്വലി ഇന്ത്യയിൽ ശരിക്കും ഗ്രോ ചെയ്യുന്നു. പിന്നെ പണ്ട് ആപ്പിൾ ചെയ്യുമ്പോൾ ആർക്കും ആപ്പിൾ പേടിയായിരുന്നു. ആപ്പിൾ പണ്ടെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് സിമ്പിൾ എന്ന പോലെ ഇപ്പം ആപ്പിള് ഉപയോഗ സാധനമാണ്. അതെ. പിന്നെ ഇപ്പൊ ഒരിക്കൽ ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഐപാഡ് ഒക്കെ ഇപ്പൊ ശരിക്ക് മെയിൻ സ്ട്രീമിൽ എത്തി. അതെ അതെ. ഐപാഡൊക്കെ ഇപ്പൊ ഒരു മാക്സിമം OS ഒക്കെ ബെറ്റർ ആയി. കമ്പ്യൂട്ടറിന് വരെ യൂസ് ചെയ്യാം. ലാപ്ടോപ്പ് ഒക്കെ വന്ന് വിൻഡോസിനേക്കാളും വില കുറവായി. മാക്ബുക്ക് എയർ M1 ഒക്കെ 55 രൂപയുള്ളൂ. വിൻഡോസ് ലാപ്ടോപ്പ് ഒരു ലൈറ്റ് വെച്ച് എടുക്കണേ ആ വില വരും. ഐപാഡ് 30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നല്ല ഐപാഡ് പ്രോ ഒക്കെ ഉണ്ട്. പലരും കമ്പ്യൂട്ടറിന് വരെ ഫുള്ളി അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയ M5 സീരീസ് വന്നിട്ടുണ്ട് ഐപാഡിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾക്ക് ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. വിളിച്ചു ചോദിച്ചാൽ മതി. കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എടുക്കാം. പിന്നെ വാച്ച് എല്ലാം ആപ്പിളിന്റെ ഫുൾ കാറ്റഗറി ഉണ്ട്. പിന്നെ അവരുടെ മറ്റേ ഹോം പോഡ്സ്, ആപ്പിൾ TV, ചെറിയ ഡിവൈസ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ അതെല്ലാം കാണും. ആപ്പിൾ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ സാധനവും അതിൽ കൂടുതലും കിട്ടും നമ്മുടെ. പിന്നെ എല്ലാ തരത്തിലുള്ള ആക്സസറീസും കമ്പ്യൂട്ടറും അതുപോലെ ഫോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്സസറീസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അത് എടുത്തു പറയാൻ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ IT നെറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു വോക്ക് ഇൻ കസ്റ്റമേഴ്സ് ഒരിക്കലും TV വാങ്ങിക്കാൻ വന്നിരുന്ന സ്ഥലമല്ല. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കഴിയുമ്പോൾ കുറച്ചുപേർ അറിയും. അതുവരെ നമ്മൾ വിചാരിച്ചത് അധികം ഈ ഇവിടെ നിന്ന് ഡീലേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണെന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു സാധ്യത ഇനിയുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് വെളിയിൽ നിന്ന് അവസാനിപ്പിക്കാം. എന്താ അറിയോ, ഒന്ന് കാണട്ടെ അല്ലേ, പുതിയ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ പനമ്പള്ളിയാർ മെയിൻ അവന്യൂവിൽ മനോരമയിൽ നിന്ന് നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ IT നെറ്റ് കാണുന്നത്. IT നെറ്റ് ഇപ്പോഴാണ് വിപുലമായത്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമേ ഉള്ളൂ അല്ലേ? 4-5 മാസമേ. ഞങ്ങൾ ഈ ഫ്രണ്ടിൽ പാർക്കിംഗ് ആക്കി. അതിന് വീട് പോലെയായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നല്ല ഗംഭീരമായിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളും നല്ല രസമായിട്ടൊക്കെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പല പ്രൊഡക്ട്സ് കൂടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നമ്പറൊക്കെ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. എനിക്ക് അഡ്വൈസ് ചെയ്യാവുന്ന 1-2 പ്രൊഡക്റ്റിൽ ഒന്ന് ആ റോബോ മോപ്പാണ്. അത് വീടുകൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും ഏറ്റവും പറ്റിയതാണ്. പിന്നെ ഇപ്പോൾ അതുപോലെ വലിയ TV, നിങ്ങൾ ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് 100 ഇഞ്ചിൻ്റെ TV വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഐഫോൺ പോലുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ നത്തിങ് പോലുള്ള പുതിയ ബ്രാൻഡുകൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനുള്ള നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും എനിക്കറിയാം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളവരായിരിക്കും പല കാര്യങ്ങളും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള പലരും, അവരൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല ഫൈസലിനെ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫൈസലെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. എൻ്റെ മാക്ബുക്കൊക്കെ ഇനി എന്താ കേടാകുമ്പോൾ വരാവേ, അത് ഭീഷണിപ്പെടുത്തിട്ട് പോകണം. അപ്പോൾ ബൈ.